കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ അപഹരിച്ചു കൊണ്ടുപോയതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ള ഹെഡിങ്ങിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി നമ്മോട് സംസാരിക്കുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ ഒരു ഹല്ലേലൂയ പറയാം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടി എന്നോട് കൂടെ നിങ്ങൾ എടുത്തുകൊള്ളുക 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് ഈ സമയത്ത് വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. മതി മതി മതി. ദൈവസന്നിധിയിൽ ഞാൻ കാത്തിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ഈ നല്ല വേദഭാഗത്തിനായി നന്ദിയോടെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഒരുപക്ഷെ ഈ വാക്യം വായിച്ചപ്പോൾ നിങ്ങളിൽ പലരും പല പ്രാവശ്യം ദാവീദിൻ്റെ ചരിത്രം ഞങ്ങൾ കേട്ടതാണല്ലോ, പിന്നെയും ദാവീദോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു പക്ഷേ കടന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നെ ഇന്ന് ഈ വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നത്. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളെ വളരെ പെട്ടെന്ന് ഓർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ ഒരു സാക്ഷ്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദാവീദ് ശൗൽ രാജാവിനോട് തൻ്റെ ഒരു ജീവിത അനുഭവം പങ്കുവെക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവർ, എൻ്റെ ചിന്ത ഇതായിരുന്നു, ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഈ സംഭവം സംഭവിച്ചതിന് ശേഷം എൻ്റെ ചിന്തയാണ്, ഈ ദാവീദ് പല പ്രാവശ്യം ഈ സാക്ഷി ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് അവനൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവന് സാധിച്ചില്ല. കാരണം തന്നെ അംഗീകരിക്കുന്നവർ തൻ്റെ ഭവനത്തിലില്ല, ദേശത്തിലില്ല. അതുകൊണ്ട് താൻ വളരെ വർഷങ്ങളായി, വളരെ കാലമായി താൻ കൊണ്ടു നടന്ന ഒരു സാക്ഷ്യമായിരുന്നു ഈ വിടുതലിൻ്റെ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഇത് വീട്ടിൽ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് അവർ ഈ സാക്ഷ്യം ഏറ്റെടുക്കുകയില്ല. ഇനി സഹോദരന്മാരോട് ഈ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരും തള്ളിക്കളഞ്ഞ അനുഭവമാണ്. താൻ വർഷങ്ങളായി, ചില നാളുകളായി തൻ്റെ ഹൃദയത്തിൽ താൻ ചുമന്ന് നടക്കുന്ന ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമായിരുന്നു നാം ഇവിടെ വായിച്ചത്. ഇന്ന് പകൽക്കാലം ഞാൻ ഇതിൽ നിന്നും ഒരു ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് വിളിച്ചു പറയുവാൻ ദൈവം നിങ്ങൾക്ക് ഒരു അവസരം ഒരുക്കും. കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ സമയത്ത് അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ഈ സാക്ഷ്യം തൻ്റെ ഭവനത്തിൽ പറയുവാൻ കഴിയുകയില്ല, തൻ്റെ ജ്യേഷ്ഠന്മാരോട് പറയുവാൻ കഴിയുകയില്ല, മറ്റ് ആരോടും പറയുവാൻ കഴിയുകയില്ല. കാരണം ഇത് തൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇത് കുറേ നാളുകളായി താൻ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ സമയം കടന്നു വന്നപ്പോൾ, ദൈവത്തിൻ്റെ നേരം കടന്നു വന്നപ്പോൾ ഈ സാക്ഷ്യം പറയുവാൻ ദൈവം ദാവീദിനൊരു അവസരം ഒരുക്കി കൊടുത്തു. അത് വേറെ എവിടെയുമല്ല, ശൗലിന്റെ മുൻപിൽ പട നിരന്നു നിന്നിരുന്ന ആ സമയത്ത് ഇത് ഉപയോഗിക്കുവാൻ ദൈവം അവന് അവസരം കൊടുത്തു. ആ സാക്ഷ്യമാണ് ദാവീദിന്റെ ജീവിതത്തിൽ വലിയൊരു ചരിത്രമായി മാറിയതെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. അവിടെ ആ വായിച്ച തൻ്റെ അനുഭവം ഇങ്ങനെയായിരുന്നു. വായിക്കാം ഒന്നും കൂടെ ആ വാക്യം പെട്ടെന്ന്. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, യെസ്, അടിയൻ അപ്പന്റെ ആടുകളെ ഒരിക്കൽ അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. നിർത്തുക. ഈ സാക്ഷ്യത്തിൽ എന്താണുള്ളത്? ഈ സാക്ഷ്യം ഇവിടെ പറയുവാൻ ഈ സാക്ഷ്യത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഹല്ലേലൂയ. പല ഇടയന്മാർക്കും നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമേ പറയാനുള്ളൂ. നഷ്ടപ്പെട്ടു പോയത്, അപഹരിച്ചു കൊണ്ടുപോയതിൻ്റെ കണക്കുകൾ മാത്രമേ പലർക്കും പറയാനുള്ളൂ. പക്ഷേ ദാവീദിന് പറയാനുള്ളത് തിരിച്ചു പിടിച്ചതിൻ്റെ കണക്കാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനേക ഇടയന്മാർക്ക് സാക്ഷ്യം പറയാനുള്ളത് തങ്ങൾക്ക് ഏൽപ്പിച്ചത് നഷ്ടമായി പോയി, അപഹരിച്ചു കൊണ്ടുപോയി, നഷ്ടമായി പോയെന്ന് മറ്റു ഇടയന്മാർ പറയുമ്പോൾ ദാവീദിന് പറയാനുള്ള ഒരു വലിയ സാക്ഷി, ഇല്ല, ഞാൻ നഷ്ടപ്പെടുത്തിയില്ല, അപഹരിച്ചു കൊണ്ടുപോയെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിലും ഞാൻ അതിനെ തിരിച്ചു പിടിച്ചു എന്നുള്ള ഒരു ശക്തമായ സാക്ഷിയാണ് ദാവീദിന്റെ സാക്ഷി. ആ സാക്ഷിയാണ് ശൗൽ രാജാവിന്റെ മുൻപിൽ യുദ്ധം ചെയ്യുവാൻ ദാവീദിനെ നിർത്തിയത്. ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, അനേകർക്ക് നഷ്ടത്തിന്റെ സാക്ഷ്യം പറയാനുള്ളപ്പോൾ നിനക്ക് ഹല്ലേലൂയ ലഭിച്ചതിന്റെ സാക്ഷ്യം, നഷ്ടപ്പെടുത്താതെ അപഹരിച്ചു പോയതിനെ തിരിച്ചു പിടിച്ച സാക്ഷ്യമാണ് ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് നൽകി തരാൻ പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, അപഹരിച്ചു കൊണ്ടുപോയത് അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോയതിനെ തിരിച്ചു പിടിക്കുവാൻ ദാവീദ് ഉപയോഗിച്ച ഒരു കാര്യം, ദാവീദ് ചെയ്ത ഒരു കാര്യം അവിടെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ വാക്ക് മാത്രം ഞാൻ അതിൽ നിന്നും അടർത്തിയെടുക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, പിന്തുടർന്നു. ഹല്ലേലൂയ. ഞാൻ പിന്തുടർന്നു. ഏതിനെ പിന്തുടർന്നു? എൻ്റെ അപ്പൻ്റെ ആടുകളെ കൊണ്ടുപോയ സിംഹത്തെയും കരടിയെയും ഞാൻ പിന്തുടർന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഈ പിന്തുടർന്നു എന്നുള്ളത് ദാവീദിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു, പിന്തുടരുക എന്നുള്ളത്. ഞാൻ വചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് ദാവീദിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ 16-ാം അധ്യായത്തിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കുമെങ്കിൽ അവിടെ ദൈവം ദാവീദിനെ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ ദൈവം യിശായിയുടെ ഭവനത്തിലേക്ക് നോക്കിയപ്പോൾ കുറിപ്പിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായി ദാവീദിനെ നോക്കിയപ്പോൾ മറ്റ് ആരും കാണാത്ത ഒന്ന് ദൈവം കണ്ടു. അവിടെ എഴുതിയിട്ടുണ്ട്, വായിക്കാം 16:1. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിച്ചിരിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബെത്ലഹേമിനായ യിശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരുവനെ രാജാവായി കണ്ടിരിക്കുന്നു.
Praise the Lord. മറ്റു പലരും നോക്കിയപ്പോൾ ദാവീദ് ഒരു ഇടയച്ചെറുക്കൻ മാത്രം. പക്ഷെ സ്വർഗം നോക്കിയപ്പോൾ അവനൊരു രാജാവിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പ്രൈസ് ദി ലോർഡ്, ദാവീദേ, നിന്റെ ഈ അനുഭവ സാക്ഷ്യത്തോടു കൂടെ നിനക്ക് പറയുവാൻ കഴിയും, മറ്റ് എല്ലാവരും എന്നെ കണ്ടപ്പോൾ ഒരു ഇടയൻ ചെറുക്കൻ എന്ന് തള്ളിവിട്ടപ്പോൾ സ്വർഗം നോക്കിയപ്പോൾ എന്നിൽ കണ്ടത് ഒരു രാജാവിനെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കളോട് ഞാൻ ഇവിടെ നിന്നൊരു ദൂത് കൈമാറട്ടെ. നിങ്ങളുടെ ഭാഷയിൽ പറയട്ടെ, ഒരു ദൂത് കൈമാറട്ടെ. തമിഴിൽ ഞങ്ങൾക്ക് അങ്ങനെയില്ല, ഞങ്ങൾക്ക് ആലോചനയാണ്. സ്തോത്രം. മാതാപിതാക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നിന്റെ തലമുറയെ നോക്കി ചിലത് കാണുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ തലമുറയെ നോക്കി നീ ശപിക്കുകയല്ല വേണ്ടത്. നിന്റെ തലമുറയെ നോക്കി നീ ശപിക്കുകയല്ല വേണ്ടത്. നിന്റെ തലമുറയെ നോക്കി ചിലത് കാണുവാൻ നിനക്ക് ഇന്ന് പകൽക്കാലം കഴിയുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വർഗം നോക്കുന്നത് പോലെ തന്നെ നീ നിന്റെ തലമുറയെ നോക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ തലമുറയെ ഉയർത്തുവാൻ എൻ്റെ ദൈവം ശക്തൻ. ഹല്ലേലൂയ. ദാവീദിന്റെ അപ്പൻ നോക്കിയപ്പോൾ അവനൊരു ഇടയച്ചെറുക്കൻ, സഹോദരന്മാർ നോക്കിയപ്പോൾ ഒരു ഇടയച്ചെറുക്കൻ, പക്ഷെ സ്വർഗം നോക്കിയപ്പോൾ അവനൊരു രാജാവിനെ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് സ്വർഗം നോക്കുവാനാ നിന്നെ ഏൽപ്പിക്കുമെങ്കിൽ സ്വർഗത്തിന് ചില പ്ലാൻ ഉണ്ട് നിന്നെ കുറിച്ച്. ഹല്ലേലൂയ. പിതാവിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. മറ്റവർ നോക്കുന്നത് പോലെയല്ല നിന്നെ നോക്കുന്നത്. ആ നോട്ടത്തിനൊരു വ്യത്യാസമുണ്ട്. അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയാണ്. ഞാൻ അവരിൽ ഒരുവനെ രാജാവായി കണ്ടിരിക്കുന്നു. വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ദാവീദ് പറയുകയാണ്, ഒരിക്കൽ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹവും കരടിയും വന്നു. ഏതുകൊണ്ടുപോയി? അപ്പന്റെ ആടുകളെ കൊണ്ടുപോയി. നിസ്സാരമായിട്ട് നമുക്ക് പറഞ്ഞു തള്ളാം, അപ്പന്റെ ആടല്ലേ. ദാവീദേ, അപ്പന് ഇഷ്ടം പോലെ ആടില്ലേ? അതിലിപ്പോ ഒന്ന് പോയാൽ നിനക്കെന്താ? അല്ലേ? ഇഷ്ടം പോലെ ആട് നിന്റെ അപ്പനുണ്ട്. അതിലിപ്പോ ഒന്ന് പോയാൽ വിട്ടേക്കുന്നേ. അതിലെന്താ ഇത്ര വലിയ പ്രാധാന്യമുള്ളത്? പക്ഷേ വിശ്വസ്തനായ ഒരിടയന് പറയാനുള്ളത്, അപ്പന്റെ ആടാണേലും എനിക്ക് ആ ആടുകളെ കുറിച്ചുള്ള ഉത്തരവാദിത്വമുണ്ട്. രാത്രിയാകുമ്പോൾ അതിന്റെ കണക്ക് കൊടുക്കേണ്ടത് ഞാനാണ്. അത് അപ്പനായാലും ശരി, വേറെ ആരായാലും ശരി, രാത്രിയാകുമ്പോൾ ആ ആടിന്റെ ഉത്തരവാദി ഞാനായിരിക്കും. അതുകൊണ്ട് എനിക്ക് കണക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ. ഇന്ന് പ്രൈസ് ദി ലോർഡ്, ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയത്, നിന്നിൽ നിന്നും എടുത്തു കൊണ്ടുപോയത് എന്തുമായിക്കൊള്ളട്ടെ, ഒരു ദിവസം കണക്ക് ചോദിക്കുന്ന സമയമുണ്ട്. അന്ന് നീ എന്ത് ഉത്തരം പറയും? ഹല്ലേലൂയ. നിന്നിലുള്ളത്, നിന്നിൽ നിന്നും എടുത്തു കൊണ്ടുപോയത്, നിന്നിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയത് ഇന്ന് പകൽക്കാലം തിരിച്ചു പിടിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ഒരിക്കൽ അപ്പന്റെ ആടുകളെ, സ്തോത്രം, അതിൽ നിന്നും ഒരു ആടിനെ സിംഹവും കരടിയും കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ്റെ പാട്ടിന് പോയില്ല. എനിക്ക് അടുത്ത വാക്യമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ അതിനെ പിന്തുടർന്നു. ഏതിനെ? നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. സിംഹത്തെയും കരടിയെയും. നമ്മുടെ ഈ ശാരീരികമായ ബുദ്ധി കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സിംഹത്തെയും കരടിയെയും പിന്തുടരാൻ പറ്റുമോ? എന്തിന്? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയെ ഒരു ഉണക്കമീൻ എടുത്തു കൊണ്ടുപോയാൽ, ഇപ്പോൾ കുറച്ച് പേര് ഉണർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഉണക്കമീൻ നമ്മൾ വളർത്തുന്ന പൂച്ച എടുത്തു കൊണ്ടുപോയാൽ പിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാട്ടിലുള്ള സിംഹവും കരടിയെയും പിന്തുടർന്ന് പിടിക്കുക എന്ന് പറയുന്നതും അതിൻ്റെ വായിൽ നിന്നും തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നതും ഇംപോസിബിൾ, നടക്കുന്ന കാര്യമല്ല. ആണോ? അല്ല. കാട്ടിലെ സിംഹത്തിന്റെ വായിൽ നിന്നും കരടിയെ വായിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയതിനെ
എടുത്തുകൊണ്ടുപോയതിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ സംഭവിച്ചു. ദാവീദ് പറയുന്നു, ഞാൻ അതിനെ പിന്തുടർന്നു. ഇവിടെ ഉണ്ടോ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനെ പിന്തുടർന്നു. അയ്യോ, ദാവീദിന്റെ ഒരു ശക്തി നോക്കിക്കല്ലേ. ഈ സിംഹത്തിൻ്റെയും കരടിയുടെയും പിന്നാലെ പിന്തുടർന്ന് അതിൻ്റെ വായിൽ നിന്നും ആട്ടിൻകുട്ടിയെ രക്ഷിക്കാൻ ദാവീദ് പെട്ട പാട് നോക്കിക്കേ. ഞാൻ അതിനെ പിന്തുടർന്നു. പിന്തുടരുക മാത്രമല്ല, അതിൻ്റെ വായിൽ നിന്നും ഞാൻ ആ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇത് ഞാൻ ഒരിക്കൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. ഞാൻ അതിനെ പിന്തുടർന്ന്, ഹല്ലേലൂയ, അതിൻ്റെ വായിൽ നിന്നും അതിനെ രക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുന്നു, പ്രിയമുള്ളവരെ, ചില വിഷയങ്ങളിൽ നീ പിന്തുടരുമെങ്കിൽ, ഹല്ലേലൂയ, ചില വിഷയങ്ങളിൽ നീ മുന്നോട്ട് പോകുമെങ്കിൽ, തിരിച്ചു തരുവാൻ, തിരിച്ചു പിടിക്കുവാൻ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പകുതിയിൽ വെച്ച് നിർത്താതെ അതിനെ പിന്തുടരുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, മുന്നോട്ട് പോകുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, പിന്തുടരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിനക്ക് മടക്കി തരുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സിംഹത്തിൻ്റെയും കരടിയെയും പിന്തുടർന്ന ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുകളെ അപഹരിച്ചു കൊണ്ടുപോയ ഈ രണ്ട് ദുഷ്ടജന്തുക്കൾ, അവയെ പിന്തുടർന്നു, അതിൻ്റെ വായിൽ നിന്നും അതിനെ രക്ഷിച്ചു. ഓ, ദാവീദിൻ്റെ ഒരു ശക്തി നോക്കിക്കല്ലേ. ഈ ഇടയച്ചെറുക്കനായ ദാവീദ് ഇത്രയും ശക്തിമാനായിരുന്നോ? എന്നിട്ട് എന്തുകൊണ്ട് അവനെ ശൗലിൻ്റെ പട്ടാളത്തിൽ ചേർത്തില്ല? നിങ്ങളിവിടെ ഉണ്ടോ? ഹല്ലേലൂയ. ഇത്രയും ശക്തിമാനായ ഈ സിംഹത്തിൻ്റെയും കരടിയും പിന്നാലെ ഓടുവാൻ ശക്തിയുള്ള ഈ ദാവീദിനെ പിന്നെ എന്തുകൊണ്ട് ശൗലിൻ്റെ പട്ടാളത്തിൽ ചേർത്തില്ല? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ ഇന്ന് നിങ്ങളോട് അറിയിക്കാൻ പോകുന്ന ഒരു ദൂത്, ദാവീദിൻ്റെ പിന്നിൽ വ്യാപരിച്ചൊരു ശക്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ സാക്ഷ്യം പറഞ്ഞിട്ട് ദാവീദ് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയുന്നുണ്ട്. അതിന്റെ താഴെ നമുക്ക് വായിക്കാം 36. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കുക കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ആമേൻ. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച ഒരു യഹോവയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കരടിയുടെയും സിംഹത്തിന്റെയും വായിൽ നിന്നും രക്ഷിച്ച ഒരു യഹോവയുണ്ട്. എൻ്റെ ശക്തിയല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ പിന്നാലെ എനിക്ക് ശക്തി നൽകിയ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഇത് ചെയ്യുവാൻ എന്നെ ബലപ്പെടുത്തിയത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ ഇത് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചത്, എന്നെ ശക്തീകരിച്ച, എന്നെ ബലപ്പെടുത്തിയ ഒരു കർത്താവുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ കീഴ്പ്പെടുത്തിയത്. അതിൻ്റെ വായിൽ നിന്നും ഞാൻ അതിനെ രക്ഷിച്ചത്. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, അപഹരിച്ചതിനെ തിരിച്ചു പിടിക്കുവാൻ, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുവാൻ എൻ്റെ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീ പിന്തുടരുമെങ്കിൽ, നീ അതിനെ പിന്തുടരുമെങ്കിൽ, ആ വിഷയത്തിനെ നീ വീണ്ടും വീണ്ടും എടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം ആ വിഷയത്തിൽ ഇടപെടും. ഹല്ലേലൂയ. എന്നെ രക്ഷിച്ച ഒരു കർത്താവ്. എവിടുന്ന്? സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്നും എന്നെ വിടുവിച്ച ഒരു കർത്താവ്. ആ കർത്താവിനെയാണ് ഇന്ന് ഞാൻ ഇവിടെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ശക്തിയല്ല അതിൻ്റെ പിന്നാലെ ഓടുവാൻ കഴിഞ്ഞത്, എൻ്റെ ശക്തിയല്ല അതിനെ പിന്തുടരുവാൻ കഴിഞ്ഞത്. എന്നെ അതിനു വേണ്ടി പ്രേരിപ്പിച്ചൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ്.
ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഞാൻ വേറൊരു വാക്യം കണക്ട് ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ ആട്ടിൻകുട്ടിയെ വിടുവിക്കുവാൻ, ഈ ദുഷ്ടജന്തുവിൽ നിന്നും വിടുവിക്കുവാൻ എന്നെ സഹായിച്ചത് എൻ്റെ കർത്താവാ, അല്ലാതെ എൻ്റെ ബലമോ എൻ്റെ ശക്തിയോ ഒന്നല്ല. ഇവിടെ നിന്ന് ഞാൻ ഇതിനോട് ചേർന്ന് വേറൊരു വാക്യം ഞാൻ കണക്ട് ചെയ്യാം. വായിച്ചാട്ടെ, സങ്കീർത്തന പുസ്തകങ്ങൾ 18:29. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ. ഹല്ലേലൂയ. വളരെ പെട്ടെന്ന് വായിച്ചാട്ടെ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് പറയാനുള്ള സാക്ഷ്യം സിംഹത്തിൻ്റെയും കരടിയുടെയും കാര്യമാണെങ്കിൽ തന്നെയും അതിൻ്റെ പിൻപിൽ വ്യാപരിച്ച കർത്താവിനെ കുറിച്ചാണ് ദാവീദിന് പറയുവാനായിട്ടുള്ളത്. ഹല്ലേലൂയ. തൻ്റെ സാക്ഷിയുടെ ആകെ തുക എന്ന് പറയുന്നത് തന്നെ രക്ഷിച്ച, തന്നെ വീണ്ടെടുത്ത, തന്നെ ഉയർത്തിയ ദൈവമല്ലാതെ വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. ദാവീദിന്റെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം തന്നെ രക്ഷിച്ച, തന്നെ വീണ്ടെടുത്ത, തന്നെ വിടുവിച്ച കർത്താവ് മാത്രമാണ്. ഇന്നേക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ പറ്റും? എന്നെ രക്ഷിച്ച, വിടുവിച്ച. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ നേരെ പാഞ്ഞു വന്ന സിംഹം, എൻ്റെ നേരെ പാഞ്ഞു വന്ന കരടി, എന്നാൽ ഞാൻ എൻ്റെ ദൈവത്താൽ നിന്റെ നേരെ പാഞ്ഞു വരും. ഹല്ലേലൂയ. ഇത് എങ്ങനെയാ സാധിച്ചത്? ഈ സിംഹത്തിന്റെ വായിൽ നിന്നും, ഈ കരടിയുടെ വായിൽ നിന്നും ഈ ആട്ടിൻകുട്ടിയെ എങ്ങനെ പിടിച്ചു, അതിൻ്റെ വായ് കീറിപ്പൊളിക്കുവാൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. അടുത്തൊരു വാക്യമാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചത്. എൻ്റെ ദൈവത്താൽ, എല്ലാവരും ഉണ്ടോ അവിടെ? എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഇവിടെ നിന്നൊരു ആലോചനയുണ്ട്. എൻ്റെ ദൈവത്താൽ, നിന്നാൽ, എൻ്റെ കർത്താവിനാൽ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ദൈവത്താൽ ഞാൻ, പറഞ്ഞാട്ടെ എല്ലാവരും കൂടെ ചേർന്നൊന്ന്, മതിൽ ചാടി കടക്കും. അപ്പൊ ദാവീദിന് മതിൽ കെട്ടി. കുറച്ചൊക്കെ പേര് കൂടി ദാവീദിന് മതിൽ അങ്ങോട്ട് കെട്ടി. മതിൽ എന്നാ നമ്മൾ കെട്ടുന്നത്? എന്തിനാ മതിൽ കെട്ടുന്നത്? ഓ, നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. സംരക്ഷണത്തിന്. കുറച്ചും കൂടെ പറഞ്ഞാൽ ശത്രു. കുറച്ചുകൂടി പറഞ്ഞാൽ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ എന്ന് പറഞ്ഞ് ഇവിടെ സഹോദരി സൂപ്പറായിട്ട് തൃശ്ശൂർ ഭാഷയിൽ സംസാരിച്ചു. എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ട് തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ എന്ന് പറഞ്ഞ്, എനിക്കുള്ളത്, എൻ്റേത്, എനിക്ക് മാത്രമായത് ഞാനും എൻ്റെ കുടുംബവും. ആ ഒരു അതിരല്ലേ, അതിനൊന്ന് സംരക്ഷിക്കുക. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥം നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിന് വേറൊരു അർത്ഥം കൂടെ ഞാൻ പറയട്ടെ. ചിലരൊക്കെ നമ്മളെ മതിൽ കെട്ടി അതിര് തിരിച്ച് വേർതിരിച്ച് നിർത്തും. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യും? മതിൽ കെട്ടി, വേലി കെട്ടി എന്ത് ചെയ്യും? അതിര് തിരിച്ച് നമ്മളെ നീക്കി നിർത്തും. ഹല്ലേലൂയ. ഞാൻ താമസിക്കുന്ന കോയമ്പത്തൂരിൽ ഞങ്ങൾ പണ്ട് ഒരു വീട് താമസിപ്പിച്ചപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു സഹോദരൻ വീട് വാങ്ങി. അദ്ദേഹം വീട് വാങ്ങിച്ചപ്പോൾ സാധാരണ ഒരു മതിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വന്നപ്പോൾ വീണ്ടും ആ മതിലിന് പൊക്കം കൂട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദര, മതിലിനൊക്കെ പൊക്കം കൂടിയല്ലോ, എന്താ ഞങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പം നമ്മളെ നീക്കി നിർത്തുവാൻ, നമ്മളെ അകറ്റി നിർത്തുവാൻ, നമ്മളെ എന്താ പറയാ ഒതുക്കി നിർത്തുവാൻ ചിലർ മതിൽ കെട്ടി വേർതിരിക്കും. ഈ സറൗണ്ടിൽ നീ നിന്ന് കളിച്ചാൽ മതി, ഇത്രയ്ക്ക് വരാവൂ,
ഇതിനപ്പുറം നീ കടക്കരുത്. ഈ സറൗണ്ടിൽ താൻ നീ നിൽക്കണം. ഇതിന് മേലെ വരാൻ നിനക്ക് അർഹതയില്ല. ഇവിടെ താൻ നീ നിൽക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ചുറ്റും പലർ വേല് കെട്ടി മതിൽ കെട്ടി അങ്ങനെ മതിൽ കെട്ടി തിരിക്കുമ്പോൾ ഇവിടെ ദാവീദ് വിളിച്ചു പറയുന്നു, നിന്നാൽ ഞാൻ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പ്രൈസ് ദി ലോർഡ്. അതെ, വീട്ടുകാർ ഒരു വട്ടം അവനിട്ടു. വീട്ടുകാർ ഒരു മതിൽ കെട്ടി, സഹോദരന്മാർ ഒരു മതിൽ കെട്ടി, ശൗലും അവനൊരു മതിൽ കെട്ടി. Praise the Lord. ഇതിനപ്പുറം നിനക്കില്ല. നീ ഒരു ബാലനല്ലോ. യുദ്ധം ചെയ്യുവാൻ നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് അവനൊരു മതിൽ കെട്ടി ഒതുക്കിയപ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. എനിക്കൊരു വലിയ വിസ്താരമായ ഒരു വാതിലുണ്ട്. എനിക്ക് വലിയ വിസ്താരമായ ഒരു അതിർത്തിയുണ്ട്. ഈ അതിർത്തി കൊണ്ട് എന്നെ ചുറ്റിക്കളയുവാൻ കഴിയുകയില്ല. ഇതിനപ്പുറത്തേക്ക് ഞാൻ ചാടി കടക്കും എൻ്റെ ദൈവത്താൽ. തീർന്നില്ല. യെരമ്യാ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ ദൈവം കടലിനൊരു അതിരിട്ടു, മണല്. ഇതിനപ്പുറത്തേക്ക് വരരുത്, അല്ലേ? സമുദ്രത്തിന്, കടലിനൊരു അതിരിട്ടു. ഇതിനപ്പുറത്തേക്ക് വരരുത്. ഓ ജീസസ്. എന്നാൽ ആരാധിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലെ, നിനക്കൊരു അതിരില്ല. നീ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നീ കർത്താവദാസൻ കാലത്ത് ഓർപ്പിച്ചതുപോലെ നീ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നിനക്കൊരു അതിര് ദൈവം വെച്ചിട്ടില്ല. ദൈവം അതിര് ചാടി കടക്കുവാൻ ദൈവം നിന്നോട് കൂടെയുണ്ട്. അതിരുകളെ വിസ്താരമാക്കുന്ന ആ ദൈവത്തിനായി നാം നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. പലരും നിന്നെ അതിര് കെട്ടി മാറ്റി നിർത്തുമ്പോൾ ദൈവാത്മാവിൻ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്താൽ മതിൽ ചാടി കടക്കും. എനിക്ക് അതിരുകളില്ല. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും എനിക്ക് അതിരുകൾ കെട്ടിയാലും അത് ചാടുവാൻ എൻ്റെ ദൈവത്താൽ എനിക്ക് സാധ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് ആരാധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ അതിരുകൾക്കൊരു വിസ്തൃതിയുണ്ട്. മതി. പ്രൈസ്. നീ ആ കുറുകിയ വട്ടത്തിലെ കിടന്ന് കളിച്ചത് മതി. ഇനി നിനക്കൊരു വിസ്താരമായ ഇടമുണ്ട്. അത് എങ്ങനെ ലഭിക്കുന്നു പറഞ്ഞാൽ, ദാവീദ് പറഞ്ഞതുപോലെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ. ദൈവം എനിക്കൊരു വിസ്താരം, ദൈവം എനിക്കൊരു വിസ്താരമായ ഇടം, ദൈവത്താൽ എനിക്ക് ഒരു ശ്രേഷ്ഠമേറിയ പദവി, എൻ്റെ ദൈവത്താൽ എനിക്ക് ഇന്ന് മുൻപോട്ട് പോകുവാനുള്ള ഒരു അവസ്ഥ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സിംഹത്തിന്റെയും കരടിയും വായിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവം, ആരൊക്കെ എനിക്ക് അതിരുകൾ ഇട്ടപ്പോൾ, വരമ്പുകൾ കെട്ടിയപ്പോൾ, ഇതിനപ്പുറം നിനക്ക് വരുവാൻ സാധ്യമല്ലെന്ന് അവരൊക്കെ എന്നെ നോക്കി ഇതെല്ലാം കെട്ടിത്തീർത്തപ്പോൾ, സ്വർഗം എന്നെ കണ്ടപ്പോൾ ഒരു രാജാവിനെയാണ് കണ്ടെങ്കിൽ, ഇന്ന് മനുഷ്യനിട്ട അതിരുകൾ, മനുഷ്യൻ കെട്ടിവെച്ചിരിക്കുന്ന അതിരുകളെ താണ്ടി അതിനെ കടന്നു വന്ന് ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്ന നാളുകളാണ് ഈ നാളുകളെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നിങ്ങളോട് ആലോചന അറിയിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. സമയത്തിന്റെ ചുരുക്കം മുഖാന്തരം ഞാൻ പെട്ടെന്ന് എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. കടലിനെ അതിരിട്ടു. ഇതിനപ്പുറം കടക്കരുത്. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് അതിരില്ല. നിനക്ക് എത്രത്തോളമൊക്കെ ഉയരാൻ പറ്റുമോ അത്രത്തോളം ഉയരാൻ പറ്റും. നിനക്ക് എത്രത്തോളം വിശാലിലേക്ക് വരാൻ പറ്റുമോ അത്രത്തോളം വിശാലിലേക്ക് നിനക്ക് കടന്നു വരാൻ പറ്റും. കാരണം ഹല്ലേലൂയ, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എൻ്റെ ദൈവം നിന്നെ രാജാവായി കണ്ടെങ്കിൽ, ദാവീദേ, ശൗലല്ല, നിന്റെ അപ്പനല്ല, നിന്റെ സഹോദരന്മാരല്ല, ആരൊക്കെ നിനക്ക് അതിർത്തി വിളിച്ചാലും സ്വർഗം നിന്നെ രാജാവായി കണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് മറികടക്കുവാൻ, ആ മതിലെ ചാടി കടക്കുവാൻ ഞാൻ നിനക്ക് ശക്തി നൽകരും. ഹല്ലേലൂയ. സ്വർഗം നിന്നെ രാജാവായി കണ്ടെങ്കിൽ
സ്വർഗം നിന്നെ ഒരു രാജ്യത്തിൻ്റെ അധിപനായി കണ്ടെങ്കിൽ, ശൗലിന്റെ ശിങ്കടിമാരോ അപ്പനോ അമ്മയോ സഹോദരന്മാരോ ആരൊക്കെ നിനക്ക് അതിർത്തി കെട്ടിയാലും അത് ചാടി കടക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. കാരണം നിന്നിൽ കിടക്കുന്ന ആ അഭിഷേകമുണ്ടല്ലോ, നിന്നിൽ കിടക്കുന്ന ആ വിളിയുണ്ടല്ലോ, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ടല്ലോ, അത് മതി നിന്നെ അത് കടത്തി ആ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ. ഓ ജീസസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ആരാധനയ്ക്ക് വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ പാർത്ത് ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു, സ്വർഗം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, സ്വർഗം നിന്നെ പ്രത്യേക പദവി തന്ന് നിന്നെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് വരുവാൻ മുന്നോട്ട് വരുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് വിളിച്ചു പറയട്ടെ, ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ ഒരു മതിൽ ചാടി കടക്കുവാൻ അതിരുകളില്ലാതെ വിശാലതയിലേക്ക് നിന്നെ വഴി നടത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ സാക്ഷ്യം അതായിരുന്നു. കുറേ നാളുകളായി താൻ ഹൃദയത്തിൽ കൊണ്ടു നടന്നൊരു സാക്ഷ്യം, എന്നെ വിടിപ്പിച്ച, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കിയ, പ്രൈസ് ദി ലോർഡ്, ഒരു സാക്ഷ്യം. അപ്പോൾ പിന്തുടർന്നു, അതിനെ പിടിച്ചു, അതിൻ്റെ വായിൽ നിന്നും അതിനെ രക്ഷിച്ചു. അപ്പോൾ ഞാൻ പറയാൻ വന്നതിൻ്റെ ഉദ്ദേശം, അപഹരിച്ചു കൊണ്ടുപോയതിനെ, നഷ്ടപ്പെട്ടു പോയതിൻ്റെ പിന്നാലെ നീ പുറപ്പെടുക, അതിനെ പിന്തുടരുക. നീ പിന്തുടരുവാൻ നിന്റെ കാലുകൾ വെക്കുമ്പോൾ ദൈവം നിനക്ക് തുണയായി ഇറങ്ങി വരും. ദൈവം നിനക്ക് തുണയായി ഇറങ്ങി വരുമ്പോൾ നിന്റെ മുൻപിൽ സിംഹമായിക്കൊള്ളട്ടെ, കാടിയായിക്കൊള്ളട്ടെ, ഇനി മല്ലനായ ഗോലിയായിട്ടായിക്കൊള്ളട്ടെ, ദൈവം നിന്നെ ശക്തീകരിക്കും, നിന്നെ ബലപ്പെടുത്തും. അതിനെ കീഴ്പ്പെടുത്തുവാൻ, അതിനെ തകർത്തു കളയുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ എൻ്റെ ദൈവം നിന്നോട് കൂടെ നിന്ന് അതിനെ ശക്തീകരിക്കും. ഹല്ലേലൂയ. പിന്തുടരുക, ഇതിനെ, നഷ്ടപ്പെട്ടു പോയതിനെ. ഹല്ലേലൂയ. അത് ശത്രു എടുത്തു കൊണ്ടുപോയാലും പിന്തുടരുക. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയിൽ കിടക്കട്ടെ. നമുക്ക് എങ്ങനെ പിന്തുടരാൻ പറ്റും? നമുക്ക് എങ്ങനെ പിന്തുടരാനായിട്ട് കഴിയും? അതിന് ഈ കർത്താവായ യേശു ക്രിസ്തു ഒരു നല്ല മാതൃക പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല കാര്യം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, മടുത്തു പോകരുത്. മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ പിന്തുടരുമെങ്കിൽ വിജയം നിനക്ക് നിശ്ചയമാണ്. നീ ചിലതിനെ മറികടക്കുവാൻ, ചിലതിനെ പിടിച്ചടക്കുവാൻ, ചിലതിന്റെ മേൽ കയറി നിൽക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, ചിലതിന്റെ മേൽ കയറി നിൽക്കുവാൻ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥനയിൽ നീ പിന്തുടരുമെങ്കിൽ ചിലതിന്റെ മേൽ നീ കയറി നിൽക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നാം എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നാം ദൈവപാദപീഠത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നീ പിന്തുടരുമെങ്കിൽ ചില വിഷയങ്ങളുമേ, ഹല്ലേലൂയ, ദൈവം നിനക്ക് വിടുതൽ നൽകി തരുവാൻ ശക്തനാണ്. ആരൊക്കെ നിന്നെ അതിർത്തിയിട്ട് നിന്നെ പൂട്ടാമെന്ന് വിചാരിച്ചാലും ആ പൂട്ടിനെ തകർക്കുന്ന, ആ പൂട്ടിനെ പൊളിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം ഇതിന്റെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അനുഭവിക്കുന്നവർ ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, പിന്തുടരാതെ വണ്ണം നിന്നെ തകർക്കുന്ന 2 ശക്തികളുണ്ട്. ഒന്ന് നിരാശ, 2 മടി. ഹല്ലേലൂയ. ഇത് രണ്ടിനെയും ഇന്നേക്ക് യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ അതിനെ പിന്തുടരും. ഞാൻ പ്രാർത്ഥനയിൽ പോരാടും. ഹല്ലേലൂയ. ദൈവം എന്നെ കണ്ടതെങ്കിൽ, ഹല്ലേലൂയ, എന്നെ രാജാവായി കണ്ടെങ്കിൽ, എന്നെ ദൈവം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്തുവാൻ, അവിടേക്ക് എത്തുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഇന്നേക്ക് ദൂരീകരിക്കുവാൻ
ഓ റബാല ശാന്ദലാദല റബശ്യ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്കുകൂടി ഞാൻ പറയട്ടെ. പ്രൈസ് നീ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ, ഹല്ലേലൂയ, പ്രൈസ് നിന്നെ കർത്താവ് കണ്ടെങ്കിൽ അവിടെ എത്തുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നീ ദൈവത്താൽ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്താൽ മതിൽ ചാടി കടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്കൊരു വിശാലതയുണ്ട്, നിനക്കൊരു വിശാലതയുണ്ട്. പ്രൈസ് നീ ചിലതിന്റെ മേൽ കയറി പ്രൈസ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് നിന്നെ മാറ്റം കർത്താവ് കൊണ്ടുവരാൻ പോകുകയാണ്. രാജാവായി കണ്ടെങ്കിൽ ദാവീദ്, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവാക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം.